വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി ചർച്ച ചെയ്യാനുള്ള ഏരിയ യൂട്ടിലിറ്റി ഓഫ് വാട്ടറാണ്. നമ്മൾ പറഞ്ഞു ഭൂമിയിൽ ജീവിതം സാധ്യമാവുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. വെള്ളമില്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ധാരാളം ഉപയോഗങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ, കുളിക്കാൻ, അലക്കാൻ, മെറ്റലർജിക്കൽ പ്രോസസ്സ്, കൃഷി ആവശ്യങ്ങൾ തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഫസ്റ്റ് ഡൊമസ്റ്റിക് യൂസാണ്. നമ്മൾ സാധാ ജീവിതത്തിന് നമ്മുടെ വീട്ടിൽ നമ്മൾ വെള്ളമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ഏത് പ്രോസസ്സിനും നമുക്ക് വെള്ളം ആവശ്യമായിരിക്കും. ഭക്ഷണം പാചകം ചെയ്യാൻ, കുളിക്കാൻ, അലക്കാൻ, ക്ലീനിങ്ങിന്, ഈവൻ നമ്മൾ AC ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അല്ലേ, AC പോലും നമ്മൾ പലപ്പോഴും വെള്ളം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന AC എയർ കൂളറിന് വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി വെള്ളം ഉപയോഗിക്കുകയാണ്. വെള്ളം ഇല്ലാതെ നമുക്ക് ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല. അഗ്രികൾച്ചറൽ യൂസാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. കൃഷിക്ക് വെള്ളമില്ലാതെ കൃഷി നടക്കില്ല. ആദ്യകാലം മുതൽ തന്നെ മനുഷ്യന് കൂട്ടമായി താമസിച്ചു തുടങ്ങിയത് നദീതീരങ്ങളിലാണ്. അതിൻ്റെ കാരണം ജലത്തിൻ്റെ സാന്നിധ്യമാണ്. കൃഷിക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് മനുഷ്യന് ഒരുമിച്ച് താമസിച്ചു. കൃഷിക്ക് വെള്ളമില്ലാതെ നമുക്ക് കൃഷി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ നടക്കില്ല. ഇൻഡസ്ട്രിയൽ യൂസാണ് മറ്റൊന്ന്. പല ഇൻഡസ്ട്രീസിലും വെള്ളം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളെ വാഹനങ്ങളൊക്കെ കൂളൻ്റായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഐസ് നിർമ്മാണത്തിന്, ഈ ബോയിലേഴ്സിൽ, ഇൻഡസ്ട്രിയൽ ബോയിലേഴ്സിൽ സ്റ്റീം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചായിരുന്നു ആദ്യം ട്രെയിൻ ഓടിയിരുന്നത്. നിങ്ങൾക്കറിയാലോ, ആദ്യത്തെ ട്രെയിൻ ഓടിയിരുന്നത് സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചാണ്. വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി ആ നീരാവിയുടെ ശക്തി കൊണ്ട് ടർബൈൻ എഞ്ചിന് കറക്കിയിട്ടാണ് വാഹനം ഓടിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ജനറേഷൻ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഡാം നിർമ്മിച്ചിട്ട് ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി നിർമ്മിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കും. ആ നീരാവി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കും. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്ററുകൾ ഉപയോഗിച്ചിട്ട് ഡീസൽ പവർ പ്ലാന്റുകളിലൊക്കെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ് ഈ രീതിയിലാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കും, ആ വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി മാറ്റും, ആ നീരാവി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കും. ഇങ്ങനെ നിത്യജീവിതത്തിൽ വളരെ വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് വെള്ളം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് വാട്ടർ ആൻഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഭൂമിയിലെ 3/4% വെള്ളമാണ്. ഭൂമിയുടെ 3/4 വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ വെള്ളത്തിൽ കൂടുതൽ വെള്ളവും കടലിലാണുള്ളത്, മറ്റു കുറേ മഞ്ഞുമലകളാണുള്ളത്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ 99.5% ഉണ്ടാവുക. ബാക്കി വെള്ളം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം. അതിൽ പുഴയിലെ വെള്ളം, തടാകങ്ങളിലെ വെള്ളം, കിണർ വെള്ളം എല്ലാം ഉണ്ടാവും. കിണറിലെങ്ങനെയാണ് വെള്ളം എത്തുന്നത്? മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്തു പോയ വെള്ളമാണ് കിണറിൽ വെള്ളമായിട്ട് നമുക്ക് കിട്ടുന്നത്. കിണറാവട്ടെ, കുളങ്ങളാവട്ടെ, അരുവികളാവട്ടെ, ഇതിലൊക്കെ അങ്ങനെയാണ് കൂടുതലും വെള്ളം എത്തുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ മഴവെള്ളത്തെ കൃത്യമായിട്ട് സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ, ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവില്ല. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ നേരെ, നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ മഴ പെയ്താൽ അല്ലെങ്കിൽ റോഡിൽ മഴ പെയ്താൽ നേരെ ഡ്രെയിനേജിലെത്തും. ഡ്രെയിനേജ് നേരെ ഒരു വലിയ പുഴ പോലെ ഏതെങ്കിലും ഒന്നിലേക്ക് എത്തും. അതിൽ നേരെ കടലിലെത്തും. കടലിലെത്തുന്നതോടുകൂടി ഇത് ഉപയോഗശൂന്യമായി. ഇപ്പം നമ്മൾ കിട്ടുന്ന മഴവെള്ളം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ കുറേ കാലത്തേക്ക് നമുക്ക് ജലക്ഷാമമില്ലാതെ ജീവിക്കാൻ വേണ്ടി കഴിയും. അതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയ വെള്ളത്തെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം, കൺസേർവ് ചെയ്യണം. ഇത് റീസൈക്കിൾ ആവുന്ന സാധനമാണല്ലോ, അപ്പോൾ നമ്മൾ എത്ര വേണേലും ഉപയോഗിക്കാം എന്ന് കരുതിയാൽ റീസൈക്കിളായി വരാൻ കുറേയധികം സമയമെടുക്കും. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ
ആ വെള്ളം ഒരിക്കലും നശിക്കുന്നില്ല. ആ വെള്ളം തിരിച്ച് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളമായി മാറും, ശുദ്ധജലമായി മാറും. പക്ഷെ അതിന് കുറേയധികം വർഷങ്ങളെടുക്കും. നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഭാഗം നമ്മൾ വിയർപ്പായിട്ട് നേരെ അന്തരീക്ഷത്തിലേക്ക് എത്തും. അത് പെട്ടെന്ന് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ മഴയായിട്ട് താഴോട്ട് വരും. നമ്മൾ മൂത്രമൊഴിച്ച് കളയുന്ന വെള്ളം ഉണ്ടാവും, അതും ഇതേപോലെ സസ്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് ട്രാൻസ്പിറേഷൻ വഴി അന്തരീക്ഷത്തിലെത്തും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇവാപ്രേഷൻ വഴി അന്തരീക്ഷത്തിലേക്ക് എത്തും. പക്ഷെ അതിനൊക്കെ കുറേ സമയം എടുക്കും. പിന്നെ ഒരു ഭാഗം നമ്മുടെ ശരീരവുമായി ചേർന്ന് നമ്മൾ ബ്ലഡൊക്കെ ആയി മാറിയിട്ടുണ്ടാവും. അത് തിരിച്ചിട്ടാൽ നമ്മൾ മരിക്കണം. നമ്മൾ മരിച്ച് നമ്മളെ ബോഡിയൊക്കെ ജീർണിച്ച് ആ വെള്ളം ഭൂമിയിലെത്തി സസ്യങ്ങൾ വലിച്ചെടുത്ത് അങ്ങനെയൊക്കെ എത്തണം. അപ്പോൾ സമയം കുറേ കൂടുതലെടുക്കും. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ശുദ്ധജലമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അതാണ് നമ്മൾ വരൾച്ച എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതില്ലാതൊക്കെ നമ്മൾ കിട്ടിയ വെള്ളത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. നമുക്ക് കിട്ടിയ ശുദ്ധജലത്തെ വീണ്ടും ശുദ്ധജലം റീഫില്ലാവുന്ന അത്രയും ടൈം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതാണ് കൺസർവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, മഴവെള്ളത്തെ സംരക്ഷിച്ചുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാം. പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ മഴക്കുഴികൾ ഉണ്ടാക്കും. ചെറിയ ചെറിയ കുഴികൾ നമ്മളെ പറമ്പിലൊക്കെ ധാരാളം മഴക്കുഴികൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വെള്ളത്തെ തടഞ്ഞു നിർത്തും. ആ തടഞ്ഞു നിർത്തിയ വെള്ളം ഭൂമിയിൽ അങ്ങനെ താഴ്ന്നു പോവും. അപ്പോൾ അത് നമ്മളുടെ കിണർ വെള്ളത്തെ റീചാർജ് ചെയ്യും. കിണറിൽ വെള്ളം കൂടും. മനസ്സിലായല്ലോ? നമ്മളെ പറമ്പിലൊക്കെ, നമ്മളെ വീട്ടിന് മുകളിൽ അല്ലെങ്കിൽ നമ്മളെ പറമ്പിലൊക്കെ പെയ്യുന്ന മഴവെള്ളം അത് നേരെ ഒലിച്ചു പോകുന്നതിന് പകരം അവിടെ തന്നെ നമ്മൾ തടഞ്ഞു നിർത്തുക. അങ്ങനെ തടഞ്ഞു നിർത്തിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ വെള്ളം കുറേയധികം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോകുന്ന വെള്ളം നമ്മൾ കിണർ വെള്ളം റീചാർജ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മഴവെള്ളം അല്ലാതെ മഴവെള്ള സംഭരണികളിൽ മഴവെള്ളം സംഭരിക്കാറുണ്ട്. നമ്മളെ വീടിൻ്റെ മുകളിലൊക്കെ വീഴുന്ന വെള്ളത്തെ നേരിട്ട് ടാങ്കുകളിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും വലിയ വലിയ മഴവെള്ള സംഭരണികൾ, 10,000 ലിറ്ററോ 50,000 ലിറ്ററോ 1,00,000 ലിറ്ററോ ഒക്കെ വെള്ളം കൊള്ളാൻ പറ്റിയ വലിയ മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കും. എന്നിട്ട് നമ്മളെ വീട്ടിൽ പെയ്യുന്ന മഴവെള്ളത്തെ നമ്മളൊന്ന് ചെറിയ രീതിയിൽ മണലും കരിയും കല്ലും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് ശുദ്ധീകരിച്ചിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് മഴയില്ലാത്ത സമയത്ത് നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മഴവെള്ളത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ റോഡുകൾ, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ വീടുണ്ടാക്കാൻ മാത്രമല്ല, വീടിൻ്റെ മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്യും, അല്ലേ? അപ്പോൾ അത്രയും ഏരിയയിൽ വെള്ളം ഭൂമിയിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പും ഇല്ല. അവിടെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകേണ്ട വെള്ളം ഒലിച്ചു പോവുക ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? ഒലിച്ചു പോകുന്ന വെള്ളത്തെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയിൽ തന്നെ റീചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്യണം. ഇനി ഇങ്ങനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ പറയുന്നുണ്ട്. കൺസേർവ് വാല്യബിൾ ഗ്രൗണ്ട് വാട്ടർ, അല്ലേ? വാല്യബിളായ ഗ്രൗണ്ട് വാട്ടർ കൺസേർവ് ചെയ്യാം. റെഡ്യൂസ് ലോക്കൽ ഫ്ലഡിങ് ആൻഡ് ഡ്രെയിനേജ് പ്രോബ്ലംസ്. ചെറിയ ചെറിയ വെള്ളപ്പൊക്കങ്ങളും ഡ്രെയിനേജ് പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇത്രയും വെള്ളം ഒരുമിച്ച്, അല്ലേ? നമ്മളെ കോഴിക്കോട് ടൗണിൽ നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറും, കടകളിലൊക്കെ വെള്ളം കയറും. കാരണം വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ അപര്യാപ്തതയാണ്. നമ്മളെ പരിസരങ്ങളിലൊക്കെ വെള്ളം കൂടുതൽ ഇങ്ങനെ നമ്മൾ ഓരോ ആളുകളും പറമ്പിലേക്ക് കൂടുതൽ വെള്ളം പെർക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലഡൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഡിക്രീസ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് പ്രോപ്പർട്ടി മെയിൻ്റനൻസ് നീഡ്സ്. ഓക്കെ, നമുക്ക് മഴവെള്ളം ശക്തമായി ഒലിച്ചു പോയാലും മണ്ണൊലിപ്പ് ഉണ്ടാവും. അത് ഒരു പരിധിവരെ തടയാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ട നല്ല വെള്ളം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. കൃഷി ആവശ്യങ്ങൾക്ക്, അതേപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ സംരക്ഷിച്ച് വെക്കുന്ന വെള്ളത്തെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല, നമ്മുടെ പറമ്പിൽ ഇങ്ങനെ കൂടുതൽ മഴക്കുഴികളൊക്കെ ഉണ്ടാക്കി ധാരാളം വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ സസ്യങ്ങൾക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇതോടുകൂടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നോക്കാം, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ജനറൽ ചാപ്റ്ററുമാണ്. സിമ്പിളായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്.